കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ചലച്ചിത്രലോകം. കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഭൗതികദേഹം ആലുവയിലെ വസതിയിലെത്തിച്ചു. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് നടക്കും. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, സിനിമാ രംഗത്തെ ഒട്ടുമിക്ക ആളുകളും ഇന്ന് കളമശ്ശേരി ടൗൺ ഹാളിലെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങി. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഭൗതിക ശരീരം ഇപ്പോൾ ആലുവയിലെ വീട്ടിലുള്ളപ്പോൾ അവിടെയും പൊതുദർശനമുണ്ടോ? വീണ, സംസ്കാരം വൈകിട്ട് 4 മണിയോടുകൂടെ നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലുവയിലെ വസതിയിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയാണ് ഭൗതിക ശരീരം എത്തിച്ചത്. ഇപ്പോൾ ഈ പ്രദേശത്തു നിന്നുള്ള ഒട്ടനവധി ആളുകൾ, ഈ പരിസരവാസികളായ കവിയൂർ പൊന്നമ്മയുടെ വീടിന് സമീപത്തൊക്കെയുള്ള ആളുകൾ, നാട്ടുകാർ, അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ആലുവയിൽ പൊതുദർശനത്തിന് വെച്ച വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സിനിമാ രംഗത്തെയും നിരവധി ആളുകൾ ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളായ സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജി പണിക്കർ, ജയൻ ചേർത്തല, അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങി നിരവധി സിനിമാ താരങ്ങളുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഭൗതിക ശരീരം ആംബുലൻസിൽ ആലുവയിലെ ഈ വസതിയിലേക്ക് എത്തിച്ചത്. വീട്ടിലെത്തിയതിന് ശേഷം സുരേഷ് ഗോപി ഉൾപ്പെടെ ഏറെ നേരം വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും നിരവധി സിനിമാ രംഗത്തെയും മറ്റുമൊക്കെ പ്രമുഖ നടന്മാരും നടിമാരും മറ്റ് രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ ഈ വസതിയിൽ ഉണ്ട്. അവരൊക്കെ ഭൗതിക ശരീരം ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കവിയൂർ പൊന്നമ്മയുടെ വിയോഗം അത് ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാള സിനിമ മേഖലയ്ക്ക്. പ്രത്യേകിച്ച് ഒട്ടനവധി കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങളും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള കവിയൂർ പൊന്നമ്മ, അവരുടെ ആ ഒരു വിയോഗം ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്ന് മാത്രമല്ല, ഒരിക്കലും അവരുടെ ആ ഒരു കഥാപാത്രങ്ങൾ അത് എന്നും ഓർക്കപ്പെടുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ ആളുകളും അത്തരത്തിൽ തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് ഈ വസതിക്ക് തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് നടക്കുന്നത്. വസതിക്ക് തൊട്ട് പുറകിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മണിക്ക് കൃത്യം സംസ്കാരം നടക്കും എന്നുള്ളത് തന്നെയാണ്. അതിനോടകം ഇനിയും കാണാൻ ബാക്കിയുള്ള ആളുകൾ, അത്തരത്തിൽ പരമാവധി ആളുകൾ ഈ വസതിയിലേക്ക് എത്തിക്കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേതായാലും ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിനിമ, സീരിയൽ രംഗത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റ് സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആളുകളാണ് വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.